കത്തി വെച്ച് കുത്തിയല്ലോ, ഇളയ മകനെ കുത്തിയല്ലോ, ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായതല്ലേ. ആ വൈരാഗ്യം അവരുള്ളിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിലോ ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാവും, അത്രേ ഉണ്ടോ. അത് അധികം ഞാനാണ് അധികം. അയാൾക്കാണോ നിങ്ങളുടെ ഉപ്പയോട് വൈരാഗ്യമുള്ളത്? ഒരു ഫോൺ കോളിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? ഉമ്മയുടെ പേരിൽ എത്രമാത്രം സ്വത്തുവകകളുണ്ട്? ആ സ്ത്രീനെ സഹായിക്കുന്ന ഓട്ടോ ഡ്രൈവർ ഇവിടെ പച്ചക്കറി കടയിൽ സാധനത്തിൽ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അയാള് യാസറിനെ വിളിക്കാം, യാസർ തിരിച്ചയാളെ വിളിക്കണ്ട എന്ന് അയാൾ പറഞ്ഞു. മാഫിയകളുടെ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ആ സ്ത്രീയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ? അവരൊന്ന് വിളിക്കാമോ? നമുക്ക് ആ സ്ത്രീനെ കാണാൻ വേണ്ടി പോയാലോ? നമസ്കാരം. റുക്കിയ ഉമ്മയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. റുക്കിയ ഉമ്മയുടെ ആരാണ്? മകളാണ്. നിങ്ങൾ എത്ര മക്കളാണ്? 7 മക്കളാ. നിങ്ങൾ എത്രാമത്തെ മകളാണ്? മൂത്തൊരാങ്ങളാണ്, രണ്ടാമത്തെ ഞാൻ. എങ്ങനെയായിരുന്നു ഉമ്മേനെ കാണാൻ വേണ്ടി ഇവിടെ നിൽക്കാറുണ്ടായിരുന്നു? ഉമ്മ വെയ്യാത്തപ്പോ വന്ന് നിൽക്കുക. ഇതിൻ്റെ ഇടയിൽ വീണ് കൈയൊക്കെ കിടന്നപ്പോൾ കുറച്ച് ദിവസം 2 ആഴ്ച ഇവിടെ വന്ന് നിന്ന്. അന്നേരം എന്തൊക്കെയാണ് നിങ്ങളോട് സംസാരിക്കാറ്? ഉമ്മാക്ക് പഴയതൊക്കെ നല്ല ഓർമ്മയാണ്. ചില സമയത്ത് ഞാൻ വരുമ്പോഴൊക്കെ തന്നെ മനസ്സിൽ ഞാൻ പോയതിന് ശേഷം ഞാനല്ലാത്ത ഒരാളായിട്ടാണ് സംസാരിക്കുക. വരുമ്പോൾ കാണുമ്പോൾ ഉമ്മാക്ക് മനസ്സിലാവും അവരോട് ഒമ്നീസോടെ പോയി, എന്നെ നോക്കാൻ വന്ന ആളോടെ പോയി എന്നൊക്കെ ചോദിക്കും. എന്നോട് തന്നെ പറയും ഉമ്മ നല്ല ഉഷാറിയുന്ന ആള് എല്ലാം നോക്കും, എന്നെ പുറത്തേക്ക് വിടൂല, എന്നെ നല്ലോണം നോക്കും. അപ്പോൾ ബാത്റൂമിലൊക്കെ പുറത്ത് പോകും. അപ്പോൾ ഞാൻ അതിനൊന്നും സമ്മതിക്കല്ലേ. ഇവിടെ ഉമ്മാക്ക് ആരും ഉപയോഗിക്കണ ബാത്റൂമൊന്നും ഉമ്മ ഉപയോഗിക്കില്ല. ഉമ്മാക്ക് സ്വന്തമായിട്ട് ആദ്യം അങ്ങനത്തെ ഒരു സ്വഭാവം. അങ്ങനെ ഇവിടെ ഉള്ളിൽ തന്നെ ഒരു ബാത്റൂമൊക്കെ ഇപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് യൂറോപ്യൻ ക്ലോസറ്റാണ്. അപ്പോൾ ഈ താഴെ ഇരുന്നാൽ നീക്കാൻ കഴിയില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിൽ തന്നെ പോകാം. അവിടെ ഇരുന്നാലൊന്നും പ്രത്യേകിച്ച് റിസ്റ്റ് ആവില്ല, പുറത്ത് പോകണം, സാധാ ക്ലോസറ്റ് പോകണം. അങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന് കൊടുക്കുക, കുട്ടിക്ക് കൊടുക്കുക. ആരാണ് അവിടെ? ആ കുട്ടിയുണ്ട്, ഓൾക്ക് കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരു തോന്നലാണ്. ഞങ്ങൾ കുളിപ്പിച്ച് കൊടുക്കും. ഞാൻ കുളിപ്പിച്ച് കൊടുക്കുമ്പോൾ എന്നോട് എൻ്റെ മൂത്ത മോനെ അമ്മ നോക്കിയതാണ്. അവന് ഡിഗ്രി വരെ ഇവിടെ നിന്നാണ് പഠിച്ചിരിക്കുന്നതൊക്കെ. അവൻ കുളിപ്പിച്ച് കൊടുക്കുമ്പോൾ എന്നോട് പറയും കുട്ടിയുണ്ട്, അവൻ്റെ തലയ്ക്ക് വെള്ളാക്കല്ലേ. അവനാ പറയുക ഇത് ഏത് കുട്ടിയമ്മ? എൻ്റെ മോൻ തന്നെ, അവനതാ എൻ്റെ അവിടെ ഉണ്ട്, ഇതിൻ്റെ മേൽക്ക് വെള്ളാക്കല്ലേ, അങ്ങനെയൊക്കെ പറയും. ഉമ്മയെ കാണാൻ വേണ്ടി ഇവിടെ ഈ വീട്ടിൽ പുറത്തുനിന്നുള്ള ആളുകൾക്ക് വരാറുണ്ടോ? ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ആരൊക്കെയാണ് കൂടുതലും വരാറുള്ളത്? കുടുംബക്കാർ വരുന്നുണ്ട്, പിന്നെ അയൽവാസികളൊക്കെ വരും. ഇവിടെ അടുത്തുള്ള ആൾക്കാർക്ക് ഉമ്മാനോട് ഇഷ്ടമാണ്. ഉമ്മ അങ്ങനത്തെ ഒരാളാണ്, ആരോടും അങ്ങനെ ഒരു ഇതിനൊന്നും പോവാത്ത ആളാണ്. അവസാന എഴുത്തുകാരനുണ്ടെങ്കിൽ അപ്പോൾ ഒക്കെ കുറച്ച് നടക്കാനും ഇതിനൊക്കെ കഴിയുന്ന സമയമായിരുന്നു. മറ്റേ അങ്ങനെ നടക്കാനും ഇതിനൊന്നും കഴിയില്ലായിരുന്നു. ചെറിയൊരു മാറ്റമുള്ള സമയത്താണ് ഉമ്മ പോകുന്നത്. അപ്പൊ അന്നേരം നിങ്ങളെല്ലാവരും തിരിച്ചറിയുന്നുണ്ട്, എല്ലാവരും അറിയാം. 4 വയസ്സുള്ള കുട്ടികളെ ബുദ്ധിയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നിങ്ങളെല്ലാവരും തിരിച്ചറിയുന്നുണ്ട്, എല്ലാവരും ഓർമ്മയുണ്ട്. അതറിയും. നിന്നെ എങ്ങനെയായാലും തിരിച്ചറിയും. പിന്നെ ചിലപ്പോൾ വേറുള്ള പോലെയൊക്കെ അങ്ങനെ ചിലപ്പോൾ അറിയില്ല. വന്നാൽ തന്നെ ഇപ്പോൾ മകള് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഇവിടെ നോക്കാൻ വേണ്ടി വന്ന ആളാണെന്നൊക്കെ ചോദിക്കും. ഓരോ സമയത്താണ്, ആ സമയം കഴിയുമ്പോൾ അപ്പോൾ എല്ലാം ഇതുണ്ടാവും, വേറെ സംസാരമാവും. ഇപ്പൊ എല്ലാ നിമിഷവും ഉമ്മ തിരിച്ചറിയുന്നുണ്ട് അല്ലേ? ഉപ്പയെ അറിയാതെ ഒരിക്കലും ഇരുന്നിട്ടില്ല. ഇല്ല. ഇളയ മോന്റെ ഭാര്യ ഉണ്ടല്ലോ, അവരെ ഒരിക്കൽ പോലും തിരിച്ചറിയാതിരുന്നിട്ടില്ല എന്ന് അവരും പറയുന്നില്ല. എല്ലാവർക്കും അറിയും. പിന്നെ പഴയതൊക്കെ നല്ല ഓർമ്മയാണ്. ഈ സോക്കർ ഉണ്ടായതിന് ശേഷം പിന്നെ ഇതൊക്കെ വ്യത്യാസം വന്നൊക്കെയാണ്. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, 4 വയസ്സ് കുട്ടികളെ ആ ബുദ്ധിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം സ്വന്തം എന്തെങ്കിലുമൊക്കെ ഇതാക്കുക കുടിക്കുക എന്നുള്ള ആ ഇതിൽ. അപ്പോഴാണ് ഈ നടത്തും കാര്യങ്ങളൊക്കെ ഇതായത്. അതിൻ്റെ എങ്ങനെയാണ് റഹീമ പിണങ്ങാറുണ്ടോ, വഴക്കൊക്കെ ഇടാറുണ്ടോ? അങ്ങനെ ഇതില്ല, ഉണ്ടാവില്ല. നിങ്ങൾ എപ്പോഴും നല്ല സ്നേഹത്തിൽ തന്നെയാണ്. തന്നെ എൻ്റെ അടുത്ത് തന്നെ വന്ന് ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യും, ഇവിടെ വന്ന് കിടക്കും. ഇപ്പൊ ഈ അസുഖം വന്നിട്ട് 15 വർഷം കഴിഞ്ഞു എന്നാണ് പറയുന്നത് അല്ലേ? ഇനി എവിടെയും കൊണ്ടുപോയി നോക്കാനും ബാക്കിയില്ല. പെരിന്തൽമണ്ണ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, പിന്നെ കോട്ടക്കൽ ആദിവാസിയാലി കൊണ്ടുപോയി, അങ്ങനെ കോഴിക്കോട് കൊണ്ടുപോയിട്ട് അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഇപ്പോൾ ചികിത്സ ഇതാക്കുന്നത്. വളരെ ചെറുപ്പത്തിലാണ് കല്യാണം കഴിച്ചിട്ടുണ്ട്. 13 വയസ്സിലാവും ആദ്യത്തെ പ്രസവം തന്നെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഒരിക്കലും ഉപ്പയുടെ അടുത്തൊന്നും ഉമ്മ മാറി നിന്നിട്ടേ ഇല്ല. അങ്ങനെ മാറി നിന്നില്ല. ഉപ്പയെ കാണാതിരിക്കാൻ ഉമ്മയ്ക്ക് പറ്റാറുണ്ടോ? കണ്ടിട്ട് നീ ഇവരോട് ചോദിക്കും, ഇതൊക്കെ ചോദിക്കും, എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിക്കും ചെയ്യും. കുറച്ച് ദിവസങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ കാണണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉമ്മയ്ക്ക് ഉണ്ടാവും. ഉണ്ടാവില്ല. ഇപ്പൊ ഈ അസുഖമായതിനു ശേഷവും ഉപ്പയെ ഉമ്മ ഒരിക്കലും മറന്നിട്ടില്ലല്ലോ, എപ്പൊ കണ്ടാലും അറിയാലോ. അപ്പൊ എപ്പോഴെങ്കിലും ഒന്ന് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോഴോ അല്ലെ ഒന്ന് മാറി മകളുടെ വീട്ടിലേക്ക് മാറി നിന്നപ്പോഴോ ഒക്കെ ഉപ്പയെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ട് ഉപ്പയ്ക്ക് തോന്നിയിട്ടുണ്ടോ? അവിടുന്ന് ഓരോട് പറയാനില്ലേ, ഇവിടുന്ന് വിട്ടു പോയല്ലോ, നിങ്ങൾക്ക് ഒരു ക്യാമറയിലൊന്നും മുഖം തരാതെ
ഒരു പിടിയും തരാതെ ഉമ്മ പോയിട്ട് ഇപ്പൊ 2.5 മാസം എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പയെ കാണാൻ വേണ്ടി ഓടി വരുമെന്ന് ഉപ്പ വിശ്വസിക്കുന്നുണ്ടോ? അതാണ് ഞാൻ ആലോചിക്കണത്, എന്താണ് ഇതിന് പറ്റിയതെന്നുള്ളത്. അതിപ്പോൾ യാതൊരു ഇതുമില്ല. കാരണം കാണാതിരുന്നാല് ബുദ്ധിമുട്ടേനാണ് അതിന്. പിന്നെ എന്ത് പറ്റിയെന്നുള്ള കാണാതിരിക്കാൻ പറ്റില്ല. ഇല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉപ്പേനെ കണ്ടിരിക്കണം. അത് തന്നെ. ഇത്രയും കാലമായിട്ട് ഒരു മറവിയില്ല, ഉപ്പേനെ മാത്രം മറന്നിട്ടില്ല. അപ്പൊ എത്ര ദൂരത്താണല്ലോ ഓടി വരും, എങ്ങനെയെങ്കിലും വരുമെന്ന് ഉപ്പ വിശ്വസിക്കുന്നുണ്ട്. എവിടേക്കും പോവില്ല. കാരണം ഇവിടെ തന്നെ ഒരു ചെറിയ ഒരു വാക്കിൽ പോലും ഒരു വഴക്കുണ്ടാക്കും, ഉപ്പയെ പിണക്കുവോ ഒന്നും ചെയ്യാറില്ല. ചിലപ്പോൾ കുറഞ്ഞതൊക്കെ വരും ചെയ്യും. ചെറിയ ചെറിയ പിണക്കുകൾ, ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാവും. അത്രേ ഉണ്ടോ. അത് അധികം ഞാനാണ് അധികം പിണക്കുണ്ടാക്കുന്നത് അല്ലേ? എന്തായാലും വിഷമിക്കണ്ട, ഉമ്മ വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതന്നെ. കാരണം ഒരു വിവരം ഇല്ലല്ലോ. മരിച്ചതാണെങ്കിൽ അത് അറിയാം, അല്ലെങ്കിൽ ആക്സിഡന്റ് ആണെങ്കിൽ അത് എന്തെങ്കിലും ഒരു വിവരം, എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസയുണ്ടല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഉമ്മ ഈ പടി കടന്ന് ഇങ്ങോട്ട് വരും നമുക്ക് വിശ്വസിക്കാം. ഇല്ല ആരെങ്കിലും ഒക്കെ വിളിക്കും, നമ്മുടെ വാർത്ത കണ്ട് ഈ വാർത്ത എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും പോയിക്കോളും. ഞങ്ങൾ ഫോട്ടോ ഇടുന്നുണ്ട്, ഉമ്മയുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ആ ഫോട്ടോ ഒക്കെ കണ്ട ആളുകൾ നമുക്ക് വിളി വരും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഫോൺ കോളിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? അത് പിന്നെ ഒരാൾ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ ഒരു സ്ത്രീനെ കുറിച്ചാണ് പറഞ്ഞത്. അവള് ഫ്രോഡാണ്. ഒരു 8-9 വർഷം മുമ്പ് ഇങ്ങനെ ഒരു പിടിച്ചുപറി കേസിൽ ഇങ്ങനെ തമിഴ്നാട് പോലീസൊക്കെ വന്ന് കൊണ്ടുപോയതാണെന്നൊക്കെ പറഞ്ഞു. പിടിച്ച് കൊണ്ടുപോയതാണ്. അപ്പോൾ അവളെ ബൈ ചാൻസിൽ ഈ വിളിച്ച ആള് ഉമ്മാനെ കാണാതായ 2 ദിവസം കഴിഞ്ഞ് ഒരു സ്ഥലത്ത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മാനെ ചിലപ്പോൾ അവളെ കൊണ്ടുപോയി വീട്ടിൽ നിർത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഒരു നാടോടികളെ പോലെയാണ്, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു അഡ്രസ്സിൽ വാടക വീടുകൾ ഇങ്ങനെ മാറി മാറി താമസിക്കുന്നതാണ് പറഞ്ഞത്. നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഈ ആൾ വിളിച്ച ആൾ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ടാണ്. അവരിപ്പോൾ താമസിക്കുന്നത് ഞാൻ കണ്ടത് തലവട്ടി എന്ന് പറഞ്ഞ സ്ഥലം, ഇവിടെ അടുത്ത് തന്നെ വലിയ പറമ്പ്. അവർ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് ആ സ്ത്രീക്ക് പരിചയം? എനിക്ക് ഒരു പരിചയമില്ല. ആ സ്ത്രീനെ എനിക്ക് പരിചയമില്ല. ആ സ്ത്രീനെ ഞാൻ ഒന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ. പക്ഷെ ആ സ്ത്രീയുടെ കൂടെ ഒരു വികൃതമായിട്ടുള്ള ഒരു കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. ആ കുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ? ഇവിടെ ആ കുട്ടീനെ ഇവിടെ പച്ചക്കറി കടയിൽ സാധനത്തിന് വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഇവിടെ ഇതിനോട് അടുത്ത് തന്നെ ഒരു കോട്ടേഴ്സ് ഉണ്ട്. ആ കോട്ടേഴ്സിലാണ് താമസിച്ചത്. അപ്പോൾ അത് ആ സ്ത്രീ എന്ത് ജോലി ചെയ്തിരുന്നവരുള്ളൂ? അവരിവിടെ ഹോസ്പിറ്റലിൽ MKH ഹോസ്പിറ്റലിൽ ക്ലീനിങ് ജോലിയാണെന്നാണ് പറഞ്ഞത്. അവരും അവരെ ഉമ്മ അവരെ ജ്യേഷ്ഠത്തി അങ്ങനെ എല്ലാവരും ഉണ്ടെന്നാണ് പറഞ്ഞത്. അവർ ഫാമിലി ആയിട്ടാണ് പറഞ്ഞത്. ഈ സ്ത്രീ ഇപ്പോൾ എവിടെയുണ്ട്? ഈ സ്ത്രീ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ പറമ്പിൽ തലവട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. അവരെ നിങ്ങൾ പോയി കണ്ടിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല, പോലീസ് കണ്ടിട്ടുണ്ട്. പോലീസ് സംസാരിക്കുമ്പോൾ എന്താ അവർ പറയുന്നത്? എനിക്ക് വിളിച്ച ആളെ അവരെ മുൻ ഭർത്താവാണ്, ആദ്യത്തെ ഒരു ഭർത്താവാണ്. അവന് കുടിയനാണ്. അപ്പൊ അവന് ഇന്ന ഒരു പാര വെക്കാൻ വേണ്ടിയിട്ട് വെറുതെ വിളിച്ച് പറഞ്ഞാണെന്നുള്ളതാണ്. എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. ആരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ? ഈ ഭാര്യനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വിളിച്ച് പറഞ്ഞതെന്നാണ് പറയുന്നത്. ആരാ പറയുന്നത് അങ്ങനെ? നിങ്ങൾ പോലീസ് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറഞ്ഞതാണ്. ആ സ്ത്രീയെ ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി പറ്റുമോ? അതിന് ഇനിയിപ്പോൾ പോലീസിൽ ചോദിക്കേണ്ടി വരും. ആ സ്ത്രീയുടെ പേരെന്താ അറിയാമോ? സെറീന എന്നാണ് പോലീസിനോട് പറഞ്ഞത്. സെറീന. പക്ഷേ റംലയാണെന്നും പറയുന്നു. എല്ലാം കൊണ്ടും ആളൊരു എന്താ ഒരു നല്ലൊരു ക്യാരക്ടറല്ല. കൊല്ലത്താണ് താമസം എന്നാണ് പോലീസ് പറഞ്ഞത്. കൊല്ലത്തേരാണ്. ഇപ്പോഴും അവർ ഇവിടെ ഈ നാട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട്? ഇവിടെ ഉണ്ട്. ഇവരുടെ ഭർത്താവിൻ്റെ നമ്പർ ഉണ്ടോ? ഇല്ലില്ല. എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ എനിക്ക് വിളിക്കരുത്, നമ്മളെ ഫോണുകളൊക്കെ സെർച്ച് ചെയ്യുണ്ടാവും, അയാളെ വിളിക്കരുതെന്ന് പറഞ്ഞു. നിങ്ങൾ എനിക്ക് വിളിക്കരുത്, ഞാൻ നിങ്ങൾക്ക് വിളിക്കാന്ന് പറഞ്ഞു. അതായത് അയാള് യാസറിനെ വിളിക്കാം, യാസർ തിരിച്ച് അയാളെ വിളിക്കണ്ട എന്ന് അയാൾ പറഞ്ഞത്. യാസറിന് തിരിച്ച് അയാളെ വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ എന്തെങ്കിലും അയാളുടെ അടുത്ത്? അതാണ്. പക്ഷേ ആ നമ്പർ ഞാൻ അത്ര ശ്രദ്ധിച്ചു. ഞാൻ പെട്ടെന്ന് എഴുതി വെച്ചു. കാരണം അത് സാധാരണ എല്ലാവരും വിളിക്കലും ഉമ്മാനെ കണ്ടോ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഉമ്മാനെ പോലെ ഒരാളുണ്ട് അങ്ങനെ, അല്ലെങ്കിൽ ഫോട്ടോ അയച്ചു തരും, അങ്ങനെയൊക്കെ അല്ല സാധാരണ ചെയ്തിന്. ഈ കോൾ ഒരു പ്രത്യേകം കാൾ തന്നെയാണ്. ഇത് എത്ര നാളുകൾക്ക് മുമ്പായിരുന്നു ഈ കോൾ? അത് ഉമ്മാനെ കാണാതെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ അയാളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒന്നും യാസറിന് പിന്നെ കിട്ടിയിട്ടില്ല? ഇല്ല. അയാൾ പിന്നെ വിളിച്ചിട്ടില്ല? 2 പ്രാവശ്യം വിളിച്ചത്. അന്നേരം എല്ലാം നെറ്റ് കോളിംഗ് ആണ്? നെറ്റ് കോളിംഗ് ആണ്. പിന്നെ എൻ്റെ സാധാ ഫോൺ വരുന്നു. അത്ര കൂടുതലൊന്നും അന്ന് ഒരുപാട് കാളുകൾ വന്നതുകൊണ്ട് ഒക്കെ ഇതായിപ്പോയി. പോലീസ് കൃത്യമായിട്ട് ആ സ്ത്രീയുടെ ചോദ്യം ചെയ്യുകയോ മറ്റുള്ള കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല? നടത്തിയിട്ടുണ്ട്. സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ആ സ്ത്രീനെ സഹായിക്കുന്ന ഓട്ടോ ഡ്രൈവർ ഒരു സൂചന തന്നിരുന്നു. താമസിക്കണ അതിൻ്റെ ചുറ്റുവട്ടത്ത് ഒരു ഫ്രോഡിനെ കണ്ടെത്തുന്ന പറഞ്ഞു. ആ ഫ്രോഡിനെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെയുള്ള ഓരോ സഹായങ്ങളൊക്കെ ചെയ്യലും. അവളെ സഹായിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ്, തിരൂരങ്ങാടിലുള്ള ആളാണെന്നൊക്കെ പറഞ്ഞു. ആ ആളൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ വിളിച്ച ആൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്. ഇവരെന്തിനു വേണ്ടിയായിരിക്കും നിങ്ങളുടെ ഉമ്മയെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ? വിശാടനത്തിനാണെന്നാണ് അവന് പറഞ്ഞത്.
ഇവർക്ക് അങ്ങനെ ഭിക്ഷാടനം കാര്യങ്ങളും അങ്ങനെ മാഫിയകൾ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ഈ സ്ത്രീ ഭിക്ഷ നടത്തിയിട്ടുണ്ട് എവിടെയെങ്കിലും ഭിക്ഷ ഈ കുട്ടീനെ ഇവിടെ പള്ളിയിലൊക്കെ നിർത്തലുണ്ട്. പള്ളി നിർത്തിയിട്ട് ഇവർ ഭിക്ഷ യാചിക്കാറുണ്ട്. ആ സ്ത്രീയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരുപാട് മാർഗങ്ങളുണ്ട്. അവരൊന്ന് വിളിക്കാമോ? നമുക്ക് ആ സ്ത്രീനെ ഒന്ന് കാണാൻ വേണ്ടി പോയാലോ? ആദ്യം നിന്ന കോട്ടേഴ്സിലുള്ള അതിൻ്റെ ആളെടുത്ത് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉമ്മയുടെ പേരിൽ എത്രമാത്രം സ്വത്തുവകകളുണ്ട്? അത്രന്നൊക്കെ ഇപ്പോൾ ഉപ്പാക്ക് അറിയുള്ളൂ. ഇപ്പം അമ്മക്ക് അവകാശം കിട്ടിയ സ്ഥലമുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ വാങ്ങി കൊടുത്ത സ്ഥലം. ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ ആരും അയൽപക്കത്തോ അല്ലെങ്കിൽ പ്രദേശത്തോ ഒന്നും ഉള്ളതായിട്ട് നിങ്ങൾ വിചാരിക്കുന്നില്ല? നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആരുടെയെങ്കിലും കേസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് കുറച്ച് മുമ്പ് പണിയിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കടൻ്റെ പ്രശ്നം. അവർക്ക് എന്തിനാണ് നിങ്ങളോട് ഒരു കേസും കാര്യങ്ങളും ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണ്? അത് ഇതേമാതിരി വൈരാഗ്യത്തിൻ്റെ മുകളിൽ ഇപ്പം എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു. ഇങ്ങനെ നാട്ടിലൊരു പ്രമാണിമാരി എല്ലാത്തിനും. നിങ്ങളുടെ ആ സമയത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നോ അവർക്ക്? അന്ന് അവർ കുറച്ച് ഗുണ്ടകളൊക്കെ ഇറക്കി. അത് ഭയങ്കര എല്ലാവരും അറിയുന്ന കേസാണ്, നാട്ടിലൊക്കെ അറിയുന്ന ഒരു കേസ്. കുത്തൊക്കെ കൊണ്ടുപോയി കുത്തിയല്ലേ? ഗുണ്ടകളെ വന്നതിന് പിന്നെ ഇവിടുന്ന് ഒച്ചപ്പാട് ഇട്ടിട്ട് പിന്നെ ഒരു അനിയൻ്റെ നേരെ അനിയൻ്റെ കയ്യിൽ വെട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ ഞങ്ങൾ പോലെയിട്ട് എൻ്റെ ഉപ്പാൻ്റെ സുഹൃത്തുക്കളാണ് അയാൾ അനിയന്മാരൊക്കെ. അവരായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. ഈ ഒരു കാരണത്താൽ എന്താണ് അതിൻ്റെ ഇതെന്ന് നമുക്കറിയില്ല. അങ്ങനെ ആ ഒരു പ്രശ്നം അതോടുകൂടി നമ്മൾ അതിന് മുന്നേ അതിൻ്റെ ശേഷവും ഉണ്ടായിട്ടില്ല. അന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ആ വലിയ പരിക്ക് ഞങ്ങൾക്ക് പറ്റി. അത്രയും വലിയൊരു വഴക്കിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര കാര്യമായിട്ടുള്ള വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരാളായിരിക്കണമല്ലോ. അങ്ങനെ അത്രയും വൈരാഗ്യം ഉള്ളിൽ ഉണ്ടായിരിക്കണമല്ലോ. അല്ലാതെ എന്തായാലും ഇത്രയും ഗുണ്ടകളൊക്കെ വിട്ട് ഇത്രയും കത്തി വെച്ച് കുത്തിയല്ലോ, ഇളയ മകനെ കുത്തിയല്ലോ, ഇത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടായതല്ലേ. ആ വൈരാഗ്യം അവരുള്ളിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിലോ? ഇപ്പോൾ അയാൾ പ്രായമായ മനുഷ്യനാണ്, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത. പക്ഷേ അയാളുടെ മക്കളില്ലേ? മക്കളിന് രണ്ടാളിൽ ഒരാൾ മരിച്ചു. നമ്മളയാൾക്ക് ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ല. അയാൾക്ക് എന്താ തോന്നി നമുക്കും അറിയില്ല. ഇപ്പോഴും അയാൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ. എന്തെങ്കിലും വൈരാഗ്യം അങ്ങനെ ഉള്ളിൽ കരുതുന്നുണ്ടെങ്കിലോ? ഇതുവരെ അങ്ങനെ അത് കാണിച്ചിട്ടില്ല. എന്താന്നുള്ളത് ആൾക്കല്ലേ അറിയുള്ളൂ, നമുക്കറിയില്ലല്ലോ. അതിപ്പം ഉമ്മാനോട് കാണിക്കേണ്ട ഒരു ആവശ്യം. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് എത്ര പേർക്ക് അന്ന് പരിക്ക് പറ്റിയിരുന്നു? ഇളയാൾക്ക് കത്തി വെച്ച് വയറിന് കുത്തിയോ? വയറിനല്ല, ഇങ്ങനെ പുറത്ത് സൈഡ് ഈ വാരിക്ക കുത്തി സൈഡ്. ഇളയാളെ അന്ന് കത്തി വെച്ച് വാരിക്ക് കുത്തി, പുറകിൽ നിന്ന് കുത്തി. പുറകിൽ നിന്നാണോ കുത്തിയത്? ഇങ്ങനെ സൈഡിനെ കുത്തിയത്. ഞാൻ ഓപ്പറേഷൻ ചെയ്തത് ആമാശയത്തിനെ കുത്തുണ്ടത്. പിന്നീട് അത് കഴിഞ്ഞ് അവര് നിങ്ങൾ പകരം വിട്ടാൻ വേണ്ടി പോകുക അങ്ങനെ ചെയ്തിരുന്നോ? ഞങ്ങളെ പോയിട്ടില്ല. പക്ഷെ ഇപ്പം ഇറങ്ങിന്ന്. പക്ഷെ ഇപ്പാനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പാനെ നേരത്തെ ഒരു വണ്ടിയൊക്കെ ആയിട്ട് വന്നിക്കണം. ഇപ്പാനെ ഒന്ന് ആക്രമിക്കാൻ നോക്കിക്കണം. പക്ഷെ ഇപ്പാനൊന്നും ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഇത് ഇവര് കുട്ടികളല്ലേ. അപ്പോൾ ഈ ചെറിയ ആൾക്കന്ന് 17 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. ഉപ്പയെ ആക്രമിക്കാൻ അന്നേ ശ്രമിച്ചിരുന്നു. ഇപ്പാനൊന്നും ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണത്? ഒരു വണ്ടിയിട്ട് വന്നിട്ട് ഇപ്പാന്ന് അന്നൊക്കെ കൈവണ്ടിയുള്ള ആ വണ്ടി എന്തോ എടുത്തിട്ട് നിന്ന്. അതുകൊണ്ട് അവർക്ക് പല നേർക്ക് വണ്ടി കുത്തിങ്ങാണ്ട് ചെയ്യാനാണ് അവർ നോക്കിയിരുന്നത്. അന്ന് എത്ര ഗുണ്ടകളായിരുന്നു നിങ്ങളുടെ സഹോദരികളെ ആക്രമിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഒരു വണ്ടി നിറച്ചിട്ടുണ്ട്. ഒരു വണ്ടി നിറച്ച ആളുകൾ. എന്നിട്ട് ഇങ്ങനെ ചോര ഒലിപ്പിച്ച് അവരോട് വീണോ? ആ, ഒരു വണ്ടിയും കിട്ടിയിട്ട് പിന്നെ ഏതൊരു വണ്ടിയിൽ എടുത്തിട്ട് അതും ഇവിടെ ചമ്മാട് കൊണ്ടുപോയി പോലെ പിന്നെ ബ്ലഡ് നിൽക്കാൻ വേണ്ടി എന്തോ ഒക്കെ വെച്ച് കിട്ടി കൊടുത്തിട്ട് പിന്നെയാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അയാൾക്കാണോ നിങ്ങളുടെ ഉപ്പയോട് വൈരാഗ്യമുള്ളത്? ആയിരിക്കും. അല്ലാതെ അവിടെ ഒരാൾക്കാണോ അതോ അയാളുടെ മക്കൾക്കും എല്ലാവർക്കും? മക്കളൊന്നും നമ്മളോട് എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇയാൾക്ക് തന്നെ 2 ദിവസം മുമ്പ് പോലീസ് വിളിച്ചിരുന്നു. താനൂര് ഒലപ്പിടിക എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു സ്ത്രീനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചു തന്നു. അത് നോക്കിയിട്ട് അതൊന്നുമല്ല. ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ അന്വേഷിക്കുന്നില്ലേ? അന്വേഷിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ പണ്ട് മുതലേ ഇവിടെ താമസിക്കുന്ന ആളുകൾ, ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ജനിച്ചു വളർന്ന, നിങ്ങളുടെ ഉപ്പയൊക്കെ ആണെങ്കിലും വളരെ ചെറുപ്പം മുതലേ ഇവിടെ ജനിച്ചു വളർന്നു. അപ്പോൾ ഉമ്മയെ അറിയാത്ത ആരും ഈ തിരുരങ്ങാടി ഈ പരിസരത്ത് ഉണ്ടാവില്ലല്ലോ. ഏർവാടിയിൽ പോയിട്ട് അന്ന് മരിച്ചു എന്നാണ് പറഞ്ഞത്. ഒരാഴ്ച മുമ്പ് മരിച്ചു. അന്ന് അസുഖമായി ഒരാൾ കിടക്കുന്നുണ്ട്, ഞങ്ങൾ പോയിട്ട് ഫോട്ടോ വിട്ടുതരാമെന്നൊക്കെയാണ് ഒരു സ്ത്രീ പറഞ്ഞത്. ആ സമയത്ത് പിന്നെ വൈകുന്നേരം ദർഗയിൽ പോണ സമയത്ത് ഫോട്ടോ അയച്ചു തരണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് ആ സ്ത്രീ അവിടെ പോയപ്പോൾ ആ ആള് മരിച്ചിട്ടുണ്ട് എന്നതാണ്. ഒരാഴ്ച മുന്നേ മരിച്ചു പോയിട്ടുണ്ട്. ഏറ്റവും പ്രധാന റോഡിന്റെ വക്കത്താണ് നിങ്ങളുടെ വീടിരിക്കുന്നത്. നിങ്ങൾ ജനിച്ചു വളർന്നപ്പോൾ മുതൽ ഇവിടെ ഉമ്മേനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ റോഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പരിസരവാസികളാണെങ്കിലും ഉടനെ തന്നെ കൈപിടിച്ച് തിരിച്ച് ഇവിടെ കൂട്ടിക്കൊണ്ടൊന്നും ഇവിടെ വിടില്ലേ? 2 പ്രാവശ്യം ഉമ്മ പുറത്ത് പോയിട്ടുണ്ട്. ഓർമ്മയില്ലാതെ 2 പ്രാവശ്യമാണ് ഉമ്മ റോട്ടിലേക്ക് ഇറങ്ങിയത്. ആ 2 പ്രാവശ്യവും അയൽവാസികൾ, ഒന്ന് അയൽവാസിൻ്റെ വീട്ടിലാണ് പോയത്, അവർ കൊണ്ടുവന്ന് ഇവിടെ ആക്കി തന്നു. പിന്നെ ഒന്ന് റോട്ടിൽ കൂടെ നടന്ന് താഴോട്ട് പോകുമ്പോഴാണ് ആദ്യം കണ്ട ആൾക്ക് ഉമ്മാനെ അറിയില്ല. കണ്ടിട്ട് സാധാരണ പുറത്ത് വരാത്തൊരാൾ ഇങ്ങനെ പോവുകയാണെന്നുള്ള സംശയം തോന്നിയപ്പോൾ എൻ്റെ സ്നേഹിതനോട് പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു ഉമ്മ പോകുന്നുണ്ട്, ഒന്ന് നോക്കി, എനിക്ക് പരിചയമില്ല
പക്ഷെ ആള് അങ്ങനെ പുറത്ത് കാണാത്ത ആളാണെന്ന് പറഞ്ഞപ്പോൾ ഓനെ നോക്കിയപ്പോൾ ഉണ്ട് യാസറിൻ്റെ ഉമ്മയാണല്ല. അപ്പം നല്ല സ്പീഡുണ്ട് നടത്തത്തിൽ. സ്പീഡിലാണ് നടക്കുന്നത്. ഇത് എത്ര നാളുകൾക്ക് മുമ്പാണ് ഇങ്ങനെ പുറത്ത് പോയത്? കുറച്ച് ആയിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു 15 ദിവസം 20 ദിവസം മുമ്പ് ഉമ്മാനെ കാണാതാവണ 20 ദിവസങ്ങൾക്ക് മുമ്പ് 10-20 ദിവസം മുമ്പാണ് ആൾ എന്നിട്ട് കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു. ഓട്ടോയിൽ കയറ്റിയിട്ട് കൊണ്ടുവന്നു. കുറെ ദൂരം പോയിരുന്നു അപ്പോഴത്തേക്കും? ഒരു 150-200 മീറ്റർ അത്രേ ഉള്ളൂ. അത്രേ പറ്റുള്ളൂ. ജ്യേഷ്ഠൻ്റെ വീടുണ്ട് അവിടെ താഴെ. ആകെ പറമ്പിൻ്റെ പേരാണ് പറഞ്ഞത്. ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞിട്ടില്ല. പറമ്പിനൊരു പേരുണ്ട്, മൂച്ചിക്കൽ എന്നാണ്. ഞാൻ മൂച്ചിക്കക്ക് പോവാണെന്ന് ഓട്ടോയിൽ കയറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്നാണ്. ആ സമയത്തിന് എനിക്ക് വിളിച്ച് ഇവിടെ വീട്ടിലാക്കിയ സമയത്തിന് എനിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഉമ്മാനെ ഇങ്ങനെ റോട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നാക്കി. അപ്പോഴും ഇപ്പോൾ ഇവിടെ ഒറ്റക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ കണ്ടിട്ടില്ല. ഉപ്പ ഇവിടെ ഇരിക്കുമ്പോൾ ഇറങ്ങി പോകുന്നത് കാണാൻ പുറകിൽ കൂടെ പോവോ? ഈ സൈഡിൽ കൂടെ പോയാൽ ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് കാണാൻ പറ്റില്ല. അതേസമയം ഇതിലെ വരുവാണെങ്കിൽ ഇപ്പൊ ഫ്രണ്ടിൽ കൂടെ വന്നാൽ മാത്രമേ കാണാൻ പറ്റൂ. അതിലെ വരും. ആ സൈഡ് ഫ്രണ്ടിൽ കൂടെ ഇറങ്ങൂല. ഇപ്പൊ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഫ്രണ്ടിൽ കൂടെ ഇറങ്ങൂല. ഉമ്മ ഇങ്ങനെ നിരന്തരം ഇറങ്ങി പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിരന്തരമായിട്ട് പോവലില്ല? 2 വർഷം മുമ്പാണ് ഒരു പ്രാവശ്യം. പിന്നെ ആ 2 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് തൊട്ടടുത്തുള്ള വീട്ടിൽ ഒരിക്കൽ ഇതിന്റെ ബാക്കിലുള്ള അവര് അത് തിരിച്ചുകൂടെ കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ പലപ്പോഴും പോകുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉമ്മേനെ ഫുൾ ടൈം മുഴുവൻ സമയം നിരീക്ഷിക്കാനുള്ള ഒരു ആളെ വെക്കുവോ, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നവരുടെ ഒരു മുഴുവൻ സമയം ശ്രദ്ധ അങ്ങനെ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കാറുന്നത്? ശ്രദ്ധിക്കലുണ്ട്. ആളെ നിർത്തുന്ന അങ്ങനത്തെ ഒരു ഘട്ടമല്ല ഉമ്മ. ഉമ്മ പറഞ്ഞാൽ ഒരിടത്തൊരു ഇങ്ങനെ സ്ഥിരമായിട്ട് ഇരിക്കുക കിടക്കുക അങ്ങനെ ഒന്നും ചെയ്യൂല. എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടാണ്. ഉമ്മാക്ക് ഉമ്മാന്റെ ജോലികളാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ശ്രദ്ധിച്ചു, ഒരു CC ക്യാമറയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നിങ്ങൾ ഈ റോഡിന്റെ സൈഡിൽ തന്നെ താമസിക്കുന്ന ആളുകളാണ്. സാറിന് ഇങ്ങനെയുള്ള ആളുകളൊക്കെ CC ക്യാമറ സംവിധാനങ്ങൾ ഒരുക്കാറുണ്ട് വീട്ടിലുണ്ട്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ CC ക്യാമറ സംവിധാനം ഒരുക്കാത്തത്? അങ്ങനത്തെ ഒരു ഇതിലല്ല. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ അടുത്തുണ്ട്, ഈ നേരെ ഫ്രണ്ടിലുണ്ട്. പക്ഷെ അതൊന്നും വർക്കിംഗ് കണ്ടീഷൻ അല്ല, ആയിരുന്നില്ല. വർക്കിംഗ് അല്ല ക്യാമറ. നിങ്ങൾ എന്തുകൊണ്ടാണ് CC ക്യാമറ ഇവിടെ വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കായിരുന്നത്? അതിനെക്കുറിച്ച് അങ്ങോട്ട് ചിന്തിച്ചിട്ടില്ല. ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥിക്കൽ സുരക്ഷിതമായിട്ടൊന്ന് നമ്മളെടുത്ത് എത്തി കിട്ടാനാണ് പ്രാർത്ഥിക്കണത്. ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ലല്ലോ. ഇത്രയും ദിവസവും മരുന്നൊക്കെ ഇല്ലാതായില്ലേ. മരുന്നില്ലാതെ എങ്ങനെ ഉമ്മ ജീവിക്കുക എന്നുള്ളതാണ്. നടക്കുന്നുണ്ടോ, കിടപ്പിലാണ്. സ്ഥിരമായ ആ മരുന്നിലാണ് കുറേയൊക്കെ പിടിച്ചിരിക്കുന്നത്. 14 വർഷം ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് അതിലാണ് വിറയലൊക്കെ ഒഴിവായത്. എന്താണ് അസുഖത്തിന്റെ പേര് പറഞ്ഞത്? പാർക്കിൻസൺ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള. പാർക്കിൻസൺ ഡിസീസ്. ഈ ഗേറ്റിൽ നിന്ന് തന്നെ കയറുകയാണെങ്കിൽ, വണ്ടിയിൽ കയറുകയാണെങ്കിൽ, ബൈ ചാൻസ് ഒരു ഓട്ടോയിലൊക്കെ കയറുകയാണെങ്കിൽ കാണില്ല. 2-3 പേര് കണ്ടു എന്ന് പറയുന്നുണ്ടോ? ഒരാൾ കക്കാട് കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ ആ ആള് ഉമ്മന്നെയാണെന്ന് ഇങ്ങനെ ഉറപ്പായിട്ടാണ് പറയുന്നത്. ഇതേ ഫേസ് തന്നെ, ഇതേ ആളെന്നെ. ഈ വളവുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടോ? ഹൈവേന്റെ വർക്ക് നടക്കുമ്പോൾ ഒരു അങ്ങോട്ട് വീഴാതെക്കാനൊരു ഇത് കിട്ടുമല്ലോ, അതിന് പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് താഴേക്ക് നോക്കിയാണ് നിന്നിരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ പറഞ്ഞത് ഇവിടെ താഴേച്ചനാണ്. ആ ടൈമിൽ അവനവിടെ ഉണ്ട്. പറഞ്ഞ സ്ഥലത്ത് ഉമ്മയില്ല. അതേപോലെ നീ സാമ്യമുള്ള ഒരാളുണ്ടെങ്കിൽ അതുമില്ല, ആരുമില്ല. ഇയാളൊരു സ്ത്രീയെ കണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ടൈമിൽ അവനവിടെ ഉണ്ട്. അപ്പോൾ ആ സ്ത്രീനെ അവിടെ കാണണ്ടേ, അത് കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്നും ഉറപ്പുവരുത്തില്ല. അതുപോലെ തന്നെ വേങ്ങര കണ്ടു എന്നാണ്. അത് സ്കൂൾ കുട്ടികളെ ബാക്കിൽ ഇങ്ങനെ പോകുന്നുണ്ട്, സ്പീഡിൽ പോകുന്നുണ്ട്. അതും നോക്കിയപ്പോൾ ആ ടൈമിലൊന്നും അങ്ങനെ ഒരാളവിടെ. അപ്പോൾ ഒരു CC ക്യാമറയിലും വിഷ്വലുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. എന്താണ് ഉമ്മ ഒരു ദിവസം ഈ ഗേറ്റ് കടന്നിങ്ങോട്ട് വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വരുന്ന പ്രതീക്ഷ ആരെങ്കിലൊക്കെ കൊണ്ടുവന്നാക്കുന്നുള്ള ഒരു ഇതാണ്. കാരണം ഉമ്മക്ക് ഒറ്റയ്ക്ക് വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഉമ്മ ഈ ഗേറ്റ് കടന്നിങ്ങോട്ട് വരും. കാരണം ജനം കാണുന്നതാണ്. ജനം തീർച്ചയായിട്ടും ഉമ്മേനെ ഇവിടെ കൊണ്ടുവരും എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.